ഞാപ്പോ ഏടോ എന്താ ഈ തോട്ടിന്റെ ഇവിടെ വന്നിക്കണ്? ഞാന് മീനൊക്കെ ഉണ്ടാ നോക്കാണ്ടി വന്നതാണ്. വെള്ളമൊക്കെ പറ്റിക്കണേ. അപ്പൊ നീ തോട്ടില് മീൻ്റെ തിന്നാലോ ഒപ്പിച്ചിട്ട് മീനൊന്നും കാണാനില്ലടാ. മീനൊക്കെ ഒക്കെ പൊയ്ക്കണ്. ആരെ പിടിച്ചോണ്ടിരിക്കണോ? ആരും കൊണ്ടേണ്ടാവൂലേ? എനിക്ക് തോന്നാ പ്രകാശട്ടനാവൂ. ഒരു മീന് കിട്ടൂല മുതലുള്ള കാരണം ഒക്കെ പിടിച്ചോണ്ട് പിന്നീടാ. ഞാനേ അങ്ങോട്ട് പോയത് നമുക്ക് തോന്നി ഇജന്നെയാണെന്നുള്ളത്. അങ്ങനെ വന്നാ പിന്നെ ആദ്യമായിട്ട് കാണുന്നില്ലല്ലോ. അല്ല ഇവിടെ ഒരാളിങ്ങനെ നിന്ന് വരുന്നുണ്ടേ. അല്ല ഇന്നലെന്താ വാസോട്ടിന്റെ പിന്നാലെ വണ്ടി കണ്ടാ പണിക്കൊക്കെ പോക്കോത്തിപ്പോ നമ്മളൊന്നും വേണ്ട നിക്കല്ലേ. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് പണിക്ക് പോയി. ശരിയാവില്ല, നമ്മക്ക് ശരിയാവില്ല അതൊന്നും. ആ പണി ശരിയാവില്ലടാ. എന്താ കാരണം? ഭയങ്കര ഇതാട്ടാ, ശരിയാവില്ല. എന്ത് പണിയാണ്? ഒരു തേപ്പ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ കുമ്മായം ആദ്യമൊക്കെ കൂട്ടിറങ്ങിട്ടാ. എന്നിട്ട് വാസുക്ക് കുമ്മായം കുട്ടിയാന്ന് വെള്ളമൊക്കെ ഒഴിച്ചു വന്ന് കുമ്മായം കുട്ടിട്ട് അറിഞ്ഞു കുഞ്ഞാപ്പോ ഇതേമാതിരി എടുത്തരണം പറഞ്ഞു. അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ എടുത്ത് കൊറേ കഴിഞ്ഞപ്പോഴാണ് പുട്ടുംപൊടി എടുക്ക് പുട്ടുംപൊടി. ഞാൻ അവിടെ പുട്ടുംപൊടി കൊണ്ട് വെച്ചിക്കാണ് പുട്ടുംപൊടി എടുക്കാനേ. പുട്ടുംപൊടി അല്ല, സിമെന്റ് പൊടിയാവും. അതല്ല, അത് വേറെ കൊടുത്ത് പുട്ടുംപൊടി. ഞാൻ അറിഞ്ഞത് ഈ സിമെന്റ് വെള്ളം അധികം കഴിഞ്ഞാൽ കുറച്ച് കൊടുത്തിട്ട് വെള്ളം കുറച്ച് കൊടുത്തിട്ട് പുട്ടുംപൊടിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുട്ടുംപൊടി കൊടുത്ത് അങ്ങനെ കാണിച്ചു തന്നിട്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ സിമെന്റ് പൊടി എടുക്ക് പറഞ്ഞു. അതും കൊടുത്ത് എന്റെ ഊര ഭയങ്കര വേദന. ഒരു രക്ഷേ ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം പടുക്കാണ്ട് തന്നെ ഇങ്ങനെ പടവൊക്കെ നടക്കൂലേ. എന്നിട്ട് കല്ലെടുക്ക്. അപ്പൊ ഞാൻ കല്ലുകൊണ്ട് എടുക്കും. സിമെന്റ് എടുക്ക്. അപ്പൊ പിന്നെ ഏതിനും ഒന്നല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഒരിക്കൽ കല്ലെടുക്കാൻ പറയും, പിന്നെ സിമെന്റ് എടുക്കാൻ പറയും, പിന്നെ കല്ലെടുക്കാൻ പറയും, പിന്നെ സിമെന്റ് എടുക്കാൻ പറയും. ഞാൻ പറയാം എനിക്ക് ശരിയാവില്ല, നമ്മക്ക് ശരിയാവില്ല. പണിക്കോയ പണിയെടുക്കണ്ടേ? എന്നാ ഒരു പണി പറഞ്ഞാ പോരെ, നമ്മക്ക് ശരിയാവുമോ? ഒരിക്കൽ സിമെന്റ് എടുക്കാൻ പറയും, ഒരു കല്ലെടുക്കാൻ പറയും. ഞാൻ പോന്ന് പിന്നെ എനിക്ക് ഇനിയിപ്പോ എന്ത് പണിയാ പറ്റിയ? ഇനി എന്തെങ്കിലും പണി ഉണ്ടാവും. തൊഴിലുറപ്പ് തുടങ്ങുമല്ലോ ഇനി കുറെ കൂടി കഴിഞ്ഞാൽ. അപ്പൊ തൊഴിലുറപ്പിന് പോകും. അല്ല, തൊഴിലുറപ്പ് ഇപ്പൊ തുടങ്ങാനായിട്ടില്ല. തൊഴിലുറപ്പ് തുടങ്ങാനായിട്ടില്ല. എല്ലാരും കഴിഞ്ഞ് പോയപ്പോ ഞാൻ പിന്നെ പോയില്ല. എന്നിട്ട് ഇപ്പൊ ഉമ്മ എന്തേ? ഇമ്മ പണിക്ക് പോയിട്ടുണ്ടാവും. എനിക്ക് അറിഞ്ഞല്ലേ ഉമ്മ പണിക്ക് പോകുന്നത്. അതറിയാം, എന്നാലും ചോദിച്ചാളോ. ഞാൻ ഇഞ്ചുണ്ട് അങ്ങോട്ട് അവിടെ മീനാവൂലോ. അല്ല പിന്നെ ഞാൻ പോയോക്കാ. എല്ലാം മൂത്താപ്പാന്റെ പാളൊക്കെ എന്താ അന്ന് പോയി വന്നതാ, പിന്നെ പോയിട്ടില്ല. എന്നോട് പറയാന് ഇമ്മ പറയാ ഇമ്മ നബീസാത്താടൊക്കെ പോയല്ലോ. നബീസാത്താടെ വന്നപ്പോ നബീസാത്താന്റെ മരുമോള് നല്ല സ്വഭാവം. ഇത്രേ ഇമ്മാനെ ചായ കുടിക്കാതെ വിടില്ല. മാന് പറയത്രേ ചായ കുടിച്ചോളീ താത്താ ചായ കുടിച്ചോളീ. ഇമ്മ എന്നും ചെല്ലല്ലോ, എന്നും ചെല്ലുമ്പോൾ ചായ കുടിച്ചോളിമാരെ ഇങ്ങനത്തെ ഒരു പെണ്ണി ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല. അങ്ങനെ എന്നും ചായ കുടിക്കുമ്പോ പിന്നെ ഉണ്ടത്ര ഈ പെണ്ണത്തി ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ചായ കൊടുക്കുന്നില്ല. ഒരു ദിവസം 2 ദിവസം ചായ കുടിച്ചപ്പോ ഇമ്മ പിന്നെ തെന്നൊരു തയക്കാക്കിയേ. എന്ന് ചാവിച്ചാലും വേണ്ടെന്നാ പറയുള്ളൂ. ഉമ്മ ലാസ്റ്റ് ചോദിച്ചു. പിന്നെ ചോദിച്ചത്ര ഉമ്മ എല്ലാടി ചായ ഇല്ലേ ചിത്ര. അപ്പൊ പെണ്ണും ഒന്നും കൊണ്ടാതെ ഔത്ത്ക്കാണ്ട് പോയി അറിഞ്ഞു. അപ്പൊ ഉമ്മ അറിയാ പെണ്ണ് നല്ല സ്വഭാവം അഭിനയിക്കാവൂന്ന് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് പെണ്ണ് ഔത്ത്ക്കാണ്ട് പോകും, മോന്തം കഴിക്കാണ്ട് പോയത്രേ. നോക്കുമ്പോ നബീസാനത്ത് ഭയങ്കര തല്ലാത്ര. ആ ദേശം ഉമ്മാനോട് തീർക്കണ. അതെന്താ പറയാ, എന്നും നമ്മള് ചായ വേണോ ചോറ് വേണോന്ന് വെച്ചാൽ ഒക്കെ വേണ്ടെന്ന് പറയുള്ളൂ. ഇമ്മ ആദ്യമൊക്കെ പറഞ്ഞി. പിന്നെ അവിടെ പണിയെടുക്കുമ്പോ ചായ കുടിക്കണല്ലേ. ഇത് ചെന്ന പണം വണ്ടി വന്ന് ചായ കുടിച്ചോളി, എന്നാലും പണിയെടുത്താൽ ചായ കുടിച്ചോളി. അപ്പൊ ഇമ്മ അറിയുന്നു ഞാൻ അങ്ങനത്തെ പെണ്ണെ കണ്ടില്ല. ഞാനിപ്പോ ഇമ്മ തന്നെ പറയാ അങ്ങോട്ട് ഇങ്ങനെയുണ്ടോ കുറ്റങ്ങട്ട പെണ്ണുങ്ങൾ. എന്താന്നറിയോ, ചായ വേണോ ചോദിച്ചപ്പോ വേണമെന്ന് പറയണ്ടാവും. അതല്ലടാ നബീസാത്തായിട്ട് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ വേറെ പോണം. കല്യാണം കഴിഞ്ഞിപ്പോ 1 മാസമായിട്ടുള്ളൂ. പെണ്ണിനിപ്പോ വേറെ പോണം. ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അപ്പൊ ആ പെണ്ണിനിപ്പോ ഇപ്പൊ തന്നെ വേറെ പോണം. എന്താ പ്രായമാണ് പെണ്ണിന്, എന്താ ഇടമാണെന്ന് പറഞ്ഞു. ആ സാധനം വേണം അത്ര. അപ്പൊ നബീസാത്ത എല്ലാ ആളിന്റെ ഉമ്മാനെക്കാട്ടി വലിയ സാധനമാണ്. നല്ല വീട്ടിലെ നബീസാത്ത. നബീസാത്ത അറിയാം മനോട് ഇന്റെ അറിയില്ല അവളെന്താ നടക്കൂലെന്ന്. അത് നബീസാത്ത മന അറിയാം. ഓള് അങ്ങനെ തന്നെയാണ്. നാട്ടുകാരെ മുന്നിൽ ഓളെ പോലത്തെ നല്ലൊരു പെണ്ണില്ല. എല്ലാരും സംസാരിച്ച് മയറ്റി എടുക്കും. ഓള് ഇവിടെ നിങ്ങളെക്കാണ്ട് പോയാ ഓരോന്ന് പറയും. നബീസാത്ത
ഉമ്മാക്ക് എന്തിനും കൊടുക്കുകയൊക്കെ ചെയ്യും. അതിനകത്ത് അറിയാത്ര എന്തിനാ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണത്? വേറെ ആരും നയിക്കണല്ല, എന്റെ മാപ്പിള നയിച്ചിട്ടാണ് എന്ന്. ഈ മാപ്പിള എന്റെ ഉമ്മാര് മാപ്പിളാന്നുള്ളത് നബിസാത്താന്റെ മോനല്ലേ, എന്നാ അവൾക്ക് മാപ്പിളൊക്കെ ഉണ്ടായത്. എന്നിട്ട് ഉമ്മ പോവും പനത്തി ഇങ്ങനെ ഇതാക്കിക്കും. വയ്യ മുണ്ടലെന്ന് വിചാരിത്ര. അപ്പൊ ഉമ്മ പറയാം ഞാൻ വയ്യാൻ മുണ്ടലില്ല. ആറ്റിനെ നോക്കിയാ അതൊക്കെ കൊയ്യാനായി. അവിടുന്ന് പോയി വെക്കുന്ന ശരി കാണിച്ചരാ. ഇതാണല്ലേ? ആ ശരി. ഇമ്മ അറിഞ്ഞൊക്കെ കൊയ്യോത്തറേ എന്നോട് പറയാ. ഇമ്മ അറിഞ്ഞ് കൊയ്യും. അപ്പൊ കുഞ്ഞാപ്പോ ഇജു ഓരോടക്ക് പോയിക്കോണ്ടിച്ച് കൊറേ ആറ്റിന് നോക്കിയതല്ലേ, അനക്ക് നെല്ല് തരുന്നു. ഇതൊക്കെ ചാറ്റ് നോക്കിയാണല്ലേ? ഞാൻ പോട്ടരാ. അല്ല ഇങ്ങനത്തെ പരിപാടി വരെ പോണോ? ശരി, പിന്നെ കാണാം. എന്നാ പോയിക്കൊന്നാ. ഞാനേ നാളെ കാണുന്ന, ഞങ്ങൾക്ക് ഇതുവരെ പോവാണ്ട്.